നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത മനോഹരൻ. HMPV വൈറസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. HMPV വൈറസ് കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകത്തെ ഞെട്ടിക്കാൻ പുതിയ വൈറസ് ചൈനയിൽ നിന്നും എത്തിയിരിക്കുന്നു. ശരിക്കും നമ്മൾ വിചാരിക്കും പോലെ ഈ വൈറസ് അത്ര അപകടകാരിയാണോ? HMPV അഥവാ ഹ്യൂമൺ മെറ്റാനീമോ വൈറസ് ഇത് ഒരു പുതിയ വൈറസേ അല്ല. 2001 ആദ്യമായി ഈ വൈറസ് നെതർലൻഡിൽ കണ്ടുപിടിച്ചത്. HMPV വൈറസിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. സാധാരണ ജലദോഷപ്പനിയുടെ രോഗലക്ഷണങ്ങൾ മാത്രമാണ് ഈ വൈറസിനും ഉള്ളത്. ചുമ, ജലദോഷം, പനി, തുമ്മൽ, തൊണ്ടവേദന ഇവയൊക്കെയാണ് പ്രധാനമായ രോഗലക്ഷണങ്ങൾ. കുട്ടികൾ, പ്രായമായവർ, രോഗപ്രതിരോധശേഷി കുറഞ്ഞവർ, ഗുരുതര രോഗങ്ങളുള്ളവർ, പാലിയേറ്റീവ് കെയർ ചികിത്സ എടുക്കുന്നവർ, ക്യാൻസർ രോഗികൾ, കീമോതെറാപ്പി എടുക്കുന്നവർ എന്നിവർക്ക് ഈ രോഗത്തിനെതിരെ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. HMPV വന്നതിന് ശേഷം ന്യൂമോണിയ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗാവസ്ഥ മൂർച്ഛിക്കുമ്പോൾ മാത്രമേ ഈ രോഗം നിമിത്തം മരണകാരണം ആകുകയുള്ളൂ. പ്രതിരോധം. ഇത് വായുവിൽ കൂടി പകരുന്ന ഒരു രോഗമാണ്. രോഗമുള്ള വ്യക്തി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി രോഗം പകരുന്നു. സ്രവങ്ങൾ വഴിയും ഈ രോഗം പകരുന്നു. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും പൊത്തിയതിനു ശേഷം തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുക. കൈയും മുഖവും സോപ്പ് ഉപയോഗിച്ച് കഴുകുക. സാനിറ്റൈസർ ഉപയോഗിക്കുക. മാസ്ക് നിർബന്ധമായി ധരിക്കുക. രോഗം വന്നുകഴിഞ്ഞാൽ ഭയപ്പെടേണ്ടതായി യാതൊന്നുമില്ല. സാധാരണ ഒരു വൈറൽ പനിയെ എങ്ങനെ നിങ്ങൾ നേരിടുന്നോ അതുപോലെ തന്നെ ഈ രോഗത്തിനെയും നേരിടാവുന്നതാണ്. ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളം കഴിക്കുക. നാരങ്ങ, ഓറഞ്ച്, ചീര, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുറി വായുസഞ്ചാരം ഉറപ്പാക്കുക. എങ്ങനെ ഈ രോഗമുണ്ടെന്ന് ഉറപ്പിക്കാം? ബ്ലഡ് ടെസ്റ്റ് വഴി, മെയിൻലി RT-PCR, ELISA ഈ 2 ടെസ്റ്റുകളാണ് ഈ വൈറസിൻ്റെ വൈറൽ ലോഡും HMPV വൈറസ് ആണോ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്നത് എന്നറിയാനായിട്ട് ഉപയോഗിക്കുന്നത്. HMPVയും ഹോമിയോപ്പതിയും. ഹോമിയോപ്പതിയിൽ രോഗികളുടെ രോഗലക്ഷണം അനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സാശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ HMPV പോലെയുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ഉറപ്പായിട്ടും ചികിത്സയുണ്ട്. ഈ അസുഖത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ചികിത്സകളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.